ആദം സന്തതികൾ പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുന്നതായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ അമലാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമലാണ് ബലിദാനമെന്ന് നബിയോനാ റസൂലുള്ളാഹി. പെരുന്നാളിന്റെ സുദിനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഉളഹിയ്യത്ത് എന്ന ബലിദാനം. അല്ലാഹു നടത്താൻ തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, വഇന്ന ദമ ലയഖഉ മിനല്ലാഹി ബിമകാനിൻ ഖബ്ല അൻ യഖഅ ഫിൽ അർളി. ഭൂമിയിലേക്ക് നീ അറിവ് നടത്തുന്നതായ മൃഗത്തിന്റെ രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു നിന്നിൽ നിന്നത് സ്വീകരിക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ്, മുടങ്ങാൻ പാടില്ല. ശാഫി മദ്ഹബ് പ്രകാരം ശക്തിമത്തായ സുന്നത്താണ്, സുന്നത്തും മുഅക്കദയാണ്. ഹനഫി മദ്ഹബുള്ള ആളുകൾക്ക് വാജിബാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശ്രേഷ്ഠമായ അമലാണ്. എന്തുകൊണ്ട്? ഒരു ഹദീസാണ് അബൂ ഹനീഫ ഇമാം അതിന് പ്രബലമായി എടുത്തു പറയുന്നത്. ഏതാണ് ആ ഹദീസ്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. പരിശുദ്ധമായ ബലിദാനത്തിന് കഴിവുള്ളതാകുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, ഏതൊരു മുഅ്മിനുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, അവൻ ആ ബലിദാനം നടത്താതെ പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ഫലാ യഖറബന്ന മുസല്ലാനാ, ബലികർമ്മം നടക്കാൻ താല്പര്യം വെക്കാത്ത മനുഷ്യനാണോ, അതിനോട് വിമുഖത കാണിക്കുന്നതായ വ്യക്തിയാണോ, നീ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ കൂടേണ്ടതില്ല, നീ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുതേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ സുദിനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമലിൽപ്പെട്ടതാണ് ബലിദാനം. അത് ഒഴിവാക്കിയിട്ട് നിസ്കരിച്ചിട്ട് യാ അല്ലാഹ് സലാം അടിച്ച് വീട്ടിൽ പോയി കിടക്ക എന്ന് പറയാൻ പറ്റൂല. ആ പരിപാടിക്ക് തന്നെ വരേണ്ടതില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രേഷ്ഠമായ കർമ്മമാണത്. ഈ ഹദീസ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിർബന്ധമാണ്, വാജിബാണ് ഹനഫി മദ്ഹബ് പ്രകാരം ഉളഹിയ്യത്ത് ഇറക്കൽ. നമ്മുടെ മദ്ഹബിൽ ശാഫി മദ്ഹബ് പ്രകാരം ശക്തിമത്തായ സുന്നത്താണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇതൊക്കെ എത്ര പേര് ചേരുന്നുണ്ട്? എത്ര ആളുകൾ സ്വന്തമായി ഇറക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പോത്തിറച്ചിയും കാളയും മൂരിയൊക്കെ വെച്ച് അടിക്കുന്നുണ്ടെന്നല്ലാതെ ആരുടെയെങ്കിലും അക്കീക്ക ഇറത്തതോ ഉളഹിയ്യത്ത് ഇറത്തതോ ഇറച്ചി ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് കഥ പറയുന്നതല്ലാതെ അവൻ അവിടെ നല്ല റാഹത്തായിട്ട് വലിയ കാള ഇറത്തു നമുക്കിങ്ങോട്ട് തന്നില്ല എന്ന് പരിഭവം പറയുന്നതിനപ്പുറം സ്വന്തമായി കഴിവുള്ള ആളുകൾ എത്രയോ പേര് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നമുക്കിടയിൽ മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് ഇത് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദാ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞുതരാം, ശരിക്കും മനസ്സിലായിക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സഹാബത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, മാ ഹാദിഹിൽ അളാഹിയോ യാ റസൂലല്ലാഹ്. നബിയേ എന്താണ് ഈ ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ, ഒന്നറിയിച്ചു നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൃത്യമായി പ്രത്യുത്തരം നൽകുകയാണ്, സുന്നത്തു അബീക്കും ഇബ്രാഹീം. നിങ്ങളുടെ വല്യുപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്. ഇത് ശ്രേഷ്ഠമായ അമലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫഖാലൂ ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്.
സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഈ ഉദ്ഹിയ്യത്ത് അറുത്താൽ ഞങ്ങൾക്കതിലൂടെ എന്താണ് ലഭിക്കുക റസൂലേ? എന്ത് കൂലിയാണ് കിട്ടുക ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബികുല്ലി ശഅറത്തിൻ ഹസനത്തുൻ, അതിലെ ഓരോ മുഖൂബങ്ങൾക്ക് സമാനമായി നന്മയാണ് രേഖപ്പെടുത്തുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ അറക്കുന്നത് ആടാണോ, മാടുവർഗത്തിൽപ്പെട്ടതാണോ, ഒട്ടകമാണോ, അതിൻ്റെതാകുന്ന ശരീരത്തിലുള്ള രോമകൂപങ്ങൾക്ക് സമാനമായി കോടാനുകോടി രോമങ്ങളാണ്. അതിന് സമാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മ രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല, വലിയ പുണ്യമാണ്. ഉദ്ഹിയ്യത്തിറക്കുന്ന മൃഗം ആടാവട്ടെ, മാടുവർഗത്തിൽപ്പെട്ടതാകട്ടെ. ആടാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടുകൾ കോലാടി എന്നാണ് പറയാ. 2 വയസ്സെത്തിച്ചിരിക്കണം. നെയ്യാടിനാണ് 1 വയസ്സ് പ്രായം പറയുന്നത്. മാടുവർഗത്തിൽപ്പെട്ടത് പോത്ത്, മോരി, അതുപോലെ തന്നെ എരുമ, മറ്റുള്ളതാകുന്ന സാധനം പശു, ഇതൊക്കെ അറവ് നടത്തുന്ന സമയത്ത് അതിനും 2 വയസ്സെത്തിച്ചിരിക്കൽ നിർബന്ധമാണ്. ഷർത്ത് ഉണ്ടല്ലോ, ഷർത്താണ് വയസ്സെത്തിക്കുക എന്നുള്ളത്. ഒളുവില്ലാതെ നിസ്കരിക്കുന്നത് പോലെയാകും ഈ വയസ്സെത്തിക്കാതെ ചില ആളുകൾ അറവ് നടത്തുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഉദ്ഹിയ്യത്തിന് അറക്കുന്ന സമയത്ത് നിർബന്ധമായും വയസ്സെത്തിച്ചിരിക്കണം. അതിനെ ഷർത്തിൽപ്പെട്ടതാണ്. നല്ല ചെറിയ പോത്തിനെ വാങ്ങിച്ചിട്ടിറക്കാം, അല്ല ചെറിയ മൂരിയെ വാങ്ങിച്ചിറക്കാം, കാളയെ വാങ്ങിച്ചിറക്കാം, നല്ല ഇറച്ചി എന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വയസ്സെത്തിക്കാത്തതിന് 1 വയസ്സുള്ളത് 1.5 വയസ്സുള്ളത് ഒന്നും അറുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അറിവുള്ള, ഈ വിഷയത്തിൽ വിവരമുള്ള ആളെയും വിളിച്ചുകൊണ്ട് പോകണം കച്ചവടത്തിന് പോകാൻ, ഈ സാധനം വാങ്ങാൻ പോകാൻ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആടിനിറക്കുന്ന സമയത്ത് അതിൽ ഷെയറില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് അയാളുടെ വിഷയത്തിൽ തന്നെ ആ 1 ആട് മതിയാകും. വീട്ടിലുള്ളവരെ എല്ലാവർക്കും നിനക്ക് കരുതാൻ പറ്റുമോ? എല്ലാവർക്കും കൂടി 1 ആടിനകത്ത് ഷെയർ തരാൻ പറ്റൂല. മാടുവർഗത്തിലുള്ളതാണെങ്കിൽ ഷെയർ ഓക്കെ. വീട്ടിൽ 4 പേരുണ്ട്, ഓരോ ഷെയർ ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുത്തു. 4 ഷെയർ, ഇനി 3 ഷെയർ വീണ്ടും ബാക്കിയെടുപ്പുണ്ട്. 7 പേർക്ക് വരെ മാടിൽ ഷെയർ ചേരാം. 7-ൽ കൂടാൻ പാടില്ല എന്നുള്ളൂ. 7-ൽ കുറയുന്നത് കൊണ്ട് തെറ്റില്ല. 4 പേർക്ക് പറ്റും, 3 പേർക്ക് പറ്റും, 2 ആൾക്കായിട്ട് അറുത്തു, അല്ലെങ്കിൽ 5 പേര് കൂടി അറുത്തു, 6 പേര് കൂടിയിട്ട് ഒരു മാടുവർഗത്തിൽപ്പെട്ടതിനെ അറുത്തു. അഥവാ നേരത്തെ സൂചിപ്പിച്ച പോലെ പോത്ത്, അതുപോലെ കാള, പശു, എരുമ, ഈ വർഗത്തിൽപ്പെട്ടതാകുന്ന സാധനമാണ് മാടുവർഗം എന്ന് പറയും. അതിൽ പെട്ടതൊക്കെ ഇറക്കുമ്പോൾ 2 വയസ്സെത്തിച്ചിരിക്കണം. 7 പേര് വരെ ഷെയർ ചേരാം, അനുവദനീയമാണ്. 7-ൽ കൂടാൻ പാടില്ല. വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ 8ാമത്തെ ആൾക്ക് വേണ്ടി മറ്റൊരു മൃഗത്തെ കണ്ടെത്തൽ നിർബന്ധമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന മസലയാണെങ്കിൽ ഒന്ന് ഓടിച്ചു പറയാൻ ചില ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ കാണണം. മരണപ്പെട്ടു പോയതാകുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് നടത്താൻ പറ്റുമോ? മരണപ്പെട്ടു പോയതാകുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ടാവണം. മരിക്കുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞാണ്, മോനെ എല്ലാ വർഷവും നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഉദ്ഹിയ്യത്ത് ഇറക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ മരണപ്പെട്ടവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അഹ്ലുസുന്നയുടേതാകുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണല്ലോ, നമ്മൾ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണല്ലോ, എന്ത് അമലും ചെയ്തതിന് ശേഷം ഉദ്ഹിയ്യത്ത് നമ്മൾ അറവ് നടത്തിയതിനു ശേഷം അള്ളാഹു ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം മരണപ്പെട്ടു പോയതാകുന്ന ഇന്നാലിന്ന വ്യക്തികൾക്ക് വേണ്ടി, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാകുന്ന ആളുകൾ, എൻ്റെ മക്കൾ, അവർക്കൊക്കെ ഇതിന്റെ പ്രതിഫലം എത്തിക്കണേ എന്ന് ദുആ ചെയ്താൽ തീർച്ചയായും ആ പ്രതിഫലം അവർക്ക് ലഭിക്കും. ഇത് അഹ്ലുസുന്നയുടെ വീക്ഷണമാണ്. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. അതല്ലാതെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവരുടെ വസിയത്തുണ്ടാവൽ നിർബന്ധമാണ്. ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ ആ വിഷയങ്ങൾ വളരെയേറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കലും ഇതൊക്കെ വലിയ കൂലിയാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉദ്ഹിയ ഗഫറല്ലാഹു ദുനൂബഹു. ആരെങ്കിലും ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നതായ സമയം മുതൽക്ക് അല്ലാഹു എന്റെ പാപങ്ങൾ പൊറുക്കുമേ. അലി റളിയല്ലാഹു അൻഹു. ആരാണ് അലി തങ്ങൾ? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ.
ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള വാതിലാണ്, കവാടമാണ് അലി എന്ന് നബിയോനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകന്റെ മരുമകനല്ലേ അലിയാര് തങ്ങൾ ലോകത്തോട് വിളിച്ചോതുകയാണ്. ഉളഹിയ്യത്തിന്റെ ബലിദാനത്തിന് വേണ്ടി കരുതുന്ന മനുഷ്യ, ആ മൃഗത്തെ വാങ്ങാൻ വേണ്ടി നീ കമ്പോളത്തിലേക്ക് പോകുന്ന സമയം മുതൽ അള്ളാഹു പാപം പുറത്തു നൽകുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. തീർന്നില്ല വമഹാനുഹു അശുറു സയ്യിആത്. 10 തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയുകയാണ്. വറഫഅലഹു അശുറു ദറജാത്തിൻ. 10 പദവികൾ അല്ലാഹു ഉയർത്തുകയാണ്. വഇദാ തകല്ലമ ഫീ ശിറാഇഹാ. ഉളഹിയ്യത്തിന്റെ ബലിമൃഗത്തിന്റെ വിഷയത്തിൽ കമ്പോളത്തിൽ എത്തിക്കൊണ്ട് അതിന്റെ വില നിലവാരത്തെ കുറിച്ചുള്ള ചർച്ച നീ നടത്തുമ്പോ കാന കലാമുഹു തസ്ബീഹാ. ആ സംസാരം പോലും സുബ്ഹാനല്ലാഹയുടെ ഗണത്തിലേക്ക് രേഖപ്പെടുത്തുമേ എന്ന് അലി റളിയല്ലാഹു അൻഹു. വഇദാ അഖറഖ ദമഹാ. അലി റളിയല്ലാഹു അൻഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ആ മൃഗത്തെ വാങ്ങി കൊണ്ടുവന്ന് പരിചയിച്ച് കൃത്യമായി ഇതിനെ നോക്കി വളർത്തി പരിശുദ്ധമായ ബലി ദിവസത്തിന്റെ ദിവസത്തിൽ അതിനെ കൊണ്ടുവന്ന് ഇടത് ഭാഗത്താക്കി അതിനെ കടത്തി ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലിക്കൊണ്ട് റബ്ബിന്റെ വജിഹിന് വേണ്ടി നീ അറവ് നടത്തുമ്പോ അതിന്റെ കഴുത്തിൽ നിന്ന് താഴേക്ക് നിർഗളിക്കുന്ന രക്തത്തുള്ളികൾക്ക് സമാനമായി ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അശറതൻ മിനൽ മലായിക. അതിന്റെ കഴുത്തിൽ നിന്ന് കത്തിവെക്കുന്ന സമയത്ത് പുറത്തേക്ക് നിർഗളിക്കുന്ന ചോരയുടെ ചുടുനിണത്തിൻ്റെതാകുന്ന രക്തത്തുള്ളികൾക്ക് സമാനമായി, ഓരോ രക്തത്തുള്ളികൾക്ക് സമാനമായി ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അശറതൻ മിനൽ മലായിക. 10 മലക്കുകളെ അല്ലാഹു സൃഷ്ടിക്കുമത്രേ. യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ. ഈ അറിവ് നടത്തിയ വ്യക്തി ഇവൻ മരിച്ച മണ്ണോട് ചേർന്നാലും ഖിയാമത്ത് നാൾ വരെ അവൻ്റെതാകുന്ന മൃഗത്തിൻ്റെതാകുന്ന രക്തത്തുള്ളിയാൽ പടക്കപ്പെട്ടിരിക്കുന്നതാകുന്ന മലക്കുകൾ മുഖേനെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമേ എന്ന്, പാപമോചനത്തിന് തേടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുരുക്കത്തിൽ ചെറിയ കൂലിയല്ല, വലിയ പ്രതിഫലമാണ്. നോക്കൂ നിങ്ങൾ, പാപമോചനം ഉറപ്പാണ്. മാത്രമല്ല ഈ മൃഗത്തെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ പാപമോചനം. 10 തിന്മകളെ മായ്ക്കും, 10 നന്മകളെ അല്ലാഹു എഴുതി ചേർക്കും, 10 പദവികൾ ഉയർത്തും. ഈ മൃഗത്തെ ബലിദാനം നടത്തലോടുകൂടി അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തിൻ്റെതാകുന്ന തുള്ളികൾക്ക് സമാനമായി 10 മലക്കുകളെ പടച്ച് ആ മലക്കുകൾ കോടാനുകൂടി വരുന്ന മലായിക്കത്തുകൾ ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാർ തേടുമെന്ന് മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു പറയാണ്. അതിനേക്കാൾ വലിയ കൂലി എന്താ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ഈ പുണ്യപ്രവൃത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തല്ലോ. ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖറനൈൻ. നബി തങ്ങൾ മനോഹരമാകുന്ന നല്ല 2 ആടിനെ അറുത്തു അത്രേ. കൊമ്പുള്ള ആടാണ്, തടിച്ചു കൊഴുത്ത ആടാണ്. നല്ല 2 ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നല്ല, ഹിജറയുടെ 2-ാം വർഷമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്ത് 2-ാം വർഷമാണ് ഉളഹിയ്യത്ത് എന്ന ഈ ബലിദാനം ഇസ്ലാമികമായി ശറഇൽ വരുന്നത്. അന്ന് മുതൽക്ക് പിന്നീട് മരണം വരെയും വഫാത്ത് വരെയും 10 കൊല്ലം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നു ഉളഹിയ്യത്ത്. എല്ലാ വർഷവും നടത്തി. പെരുന്നാളിന്റെ സുദിനത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നടത്തലാണ് ഏറ്റവും ശ്രേഷ്ഠത. ആ സമയം മുതൽക്ക് അയ്യാമു തശ്രീഖിന്റെ ദിനമാകുന്ന ദുൽഹിജ്ജ 11, 12, 13 മഗ്രിബ് വരെയുള്ള സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയാണ് അറവിന്റെ സമയം. അതിനു മുമ്പും അറവില്ല, അതിനുശേഷം അറത്താലും ഉളഹിയ്യത്തല്ല.
ഈ സമയം വരെയുള്ളതാകുന്ന നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള അറവാണ് ഉദ്ഹിയ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജയുടെ പവിത്രമാക്കപ്പെട്ടതാകുന്ന സുദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം നടത്തിയതാകുന്ന ഹജ്ജത്തുൽ വദാ, ജീവിതത്തിൽ ഒരു ഹജ്ജാണ് നബി തങ്ങൾ ചെയ്തത്, 4 ഉംറയാണ് നബി തങ്ങൾ നിഷ്ഠിച്ചത്. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകവുമായിട്ടാണ് വന്നത്. എന്നിട്ട് 63 സ്വന്തം കൈകൊണ്ടറുത്തു. ഹദീസുള്ളതാണ്. 63 സ്വന്തം കൈകൊണ്ടറുത്തു. ചില ആളുകൾ അറവ് നടത്താൻ ഭയങ്കര മടിച്ചിരിക്കുന്ന നമ്മുടെ കൗമിൽപ്പെട്ടവർ തന്നെയുണ്ട്. ഞാൻ ഇറക്കൂല, പേടികൊണ്ടായിരിക്കാം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതല്ല, അതിനോടൊരു പുച്ഛം, അങ്ങനെ വരാൻ പാടില്ല. ഒരു പുച്ഛ മനോഭാവം അങ്ങനെ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പുണ്യ പ്രവൃത്തിയാണത്. നരബലി ഇസ്ലാം പറയുന്നില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിൽ എന്ന മകൻ, പ്രായാധിക്യ സമയത്ത് തനിക്ക് ലഭിച്ചതാകുന്ന മകനെ അള്ളാഹുവിന് വേണ്ടി നരബലി നടത്താൻ വേണ്ടി പറഞ്ഞപ്പോ സ്വപ്നത്തിലൂടെയുള്ളതാകുന്ന വിഷയം 3-ാമത്തെ ദിവസം ഇത് റബ്ബിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകനെ മിനയുടെ താഴ്വാരത്തേക്ക് കൊണ്ടുവന്ന് അറക്കാൻ വേണ്ടി കഴുത്തിലേക്ക് കൊണ്ടുവന്ന് കടാര വെക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കി കൊടുത്തു സ്വർഗ്ഗത്തിൽ നിന്ന് മനോഹരമാകുന്ന ഒരാടിനെ. വളരെ മനോഹരമാകുന്ന നിലക്ക് നരബലി വേണ്ട, മൃഗബലി മതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതിൽ വിജയം വരിച്ചിട്ടുണ്ട് ഇബ്രാഹിം എന്ന് പറയുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ ആടിനെ ഇറക്കി കൊടുത്ത് അതിനെ ഇറക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. ഇസ്ലാമിൽ ഒരിക്കലും നരബലിയില്ല. ഇന്നും ചില ആളുകൾ പല ചികിത്സയുടെ വിഷയത്തിൽ, പല വ്യാജന്മാർ, മുസ്ലിമീങ്ങളല്ല മറ്റുള്ളവർ തന്നെ നമ്മുടെ കൗമിലായിക്കോട്ടെ, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നരബലി ഇസ്ലാമിൽപ്പെട്ടതല്ല. മനുഷ്യനെ ബലി കൊടുക്കുന്ന പരിപാടി അത് ഇസ്ലാമിൽപ്പെട്ടതേയല്ല, അത് അന്യമാണ്. ഇന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവാൻ, പ്രതിസന്ധികൾ തരണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് വീട്ടിലുള്ളതാകുന്ന മക്കളെ, ഇളയ മകനെ അല്ലെങ്കിൽ മൂത്തവനെ അല്ലെങ്കിൽ അവരിൽ പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്നതാകുന്ന വിവരദോഷികളാകുന്ന ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ എവിടേക്കാണ് നമ്മുടെ ലോകത്തിന്റെ പോക്ക്? അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇസ്ലാം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ശാന്തിയുടെ മതമാണ്. മൃഗബലിയാണ് പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പെറ്റുപെരുകുന്നതാണല്ലോ മൃഗങ്ങൾ, ഒരിക്കലും വംശനാശം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൽപ്പെട്ടതും എല്ലാ മൃഗങ്ങളുമില്ല, ഈ പറഞ്ഞതാകുന്ന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആടുവർഗത്തിൽപ്പെട്ടത്, മാടുവർഗത്തിൽപ്പെട്ടത്, ഒട്ടകം നമ്മുടെ നാട്ടിലില്ല, സുലഭമല്ല. അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പോകാത്തത്. 5 വയസ്സെത്തിച്ചിരിക്കണം ഒട്ടകമാണെങ്കിൽ. മാടുവർഗത്തിൽപ്പെട്ടത് 2 വയസ്സ്. നമ്മുടെ നാട്ടിലുള്ള ആടുകൾ, കോലാടുകൾ, അതും 2 വയസ്സ് തന്നെയാണ്. പ്രിയമുള്ളവർ, ഏതുമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് അറവ് നടത്തി 63 ബാക്കിയുള്ളതിനെ സഹാബത്തിനെ ഏൽപ്പിച്ചു എന്നാണ് ചരിത്രമാണിത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അവനവന്റെ ആയുസിന്റെ എണ്ണം കണ്ടുകൊണ്ടെങ്കിലും അറിവ് നടത്തണം എന്നതിലേക്ക് സൂചികയാണ്. വയസ്സ് 30, 40, 50, 60 ഒക്കെ എത്തിയ ആളുകൾ, കാരണവന്മാർ, സഹോദര സഹോദരിമാർ എന്റെ വയസ്സ് കേൾക്കുന്നുണ്ടാകും. ശരിക്കും മനസ്സിലായിക്കോ, നമ്മുടെ വയസ്സിന്റെ എണ്ണം കണ്ട് വർഷത്തിൽ ഒരു അറിവ് മസ്റ്റാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിർബന്ധമായി ചെയ്യണം. അത് ഹനഫി മദ്ഹബ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊക്കെ വളരെ കണിശമായി ചെയ്യേണ്ട അമലാണ്. സുന്നത്തും മുഅക്കദയാണ്, ശക്തിമത്തായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ശറഅക്കപ്പെട്ടതിന് ശേഷം വഫാത്ത് വരെ നബി തങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ല. എന്നല്ല, അവസാനത്തെ വർഷം ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകവുമായി വന്ന് അത് മുഴുവനും ഉദ്ഹിയ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ 63 സ്വന്തം കൈകൊണ്ടറുത്തു. ബാക്കിയുള്ളതിനെ സ്വഹാബത്തിനെ ഏൽപ്പിച്ചു. 63 എന്തേ കണക്ക്? മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു, 63 വയസ്സായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് കൃത്യം 63 എണ്ണത്തെ നബി തങ്ങൾ സ്വന്തം കൈകൊണ്ട് ബലിദാനം നടത്തി ബാക്കിയുള്ളതിനെ സ്വഹാബത്തിനെ ഏൽപ്പിക്കുകയാണ്. എത്ര സുദീർഘമായ സേവനം! തീർന്നില്ല. ചരിത്രത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം എനിക്ക് വേണ്ടി അറവ് നടത്തണേ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു എന്ന് കാണാം. നബി തങ്ങൾ വഫാത്തായി. പിറ്റത്തെ വർഷം മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ 2 തടിച്ചു കൊഴുത്തതാകുന്ന ആടിനെ കൊണ്ടുവന്ന് അറവ് നടത്തുകയാണ്. അവ കൂടെ നിന്നതാകുന്ന കൂട്ടുകാര്, ബന്ധുക്കളൊക്കെ അത്ഭുതം കൂറി ചോദിച്ചു, എന്താണ് ഇത് 2 എണ്ണം? ഒന്നാണല്ലോ സാധാരണ, ഇതെന്ത് പറ്റി 2 എണ്ണം? അപ്പോൾ പറയുകയാണ്, ഒന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
വഫാത്തിനു മുമ്പ് എനിക്ക് വസിയത്ത് നൽകിയതാണ്, മരുമകനാകുന്ന അലിയേ, ഈ മുഹമ്മദിന് വേണ്ടി ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും മുടങ്ങാതെ കൃത്യമായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാകുന്ന കർമ്മമാണ് ബലിദാനമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വടമലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. എന്നെ കേൾക്കുന്ന ഉമ്മമാര് ചേർത്ത് വെക്കേണ്ട വായിക്കേണ്ട ചരിത്രമാണ്. നബി തങ്ങൾ വഫാത്തിന് ശേഷം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു അമൽ അത് പരിശുദ്ധമായ ഉദ്ഹിയ്യത്താണ്. എനിക്ക് വേണ്ടി നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഉംറ നിർവഹിക്കണം, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ജീവിതത്തിൽ ചെയ്തു വെച്ച പ്രവാചകൻ എന്റെ ഉദ്ഹിയ്യത്തിന് ഇത്ര വലിയ ശ്രേഷ്ഠത കൽപ്പിക്കുന്നത്. ഉദ്ഹിയ്യത്ത് വളരെ മഹത്തരമാണ്, ബൃഹത്താണ്. അതുകൊണ്ടല്ലേ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പേരിൽ കൃത്യമായി ആണ്ട് കഴിച്ചുകൊണ്ടും അല്ലാതെയും കൃത്യമായി ആടിനെ അറുത്തിരുന്നു. തന്റെ കൂട്ടുകാരികൾക്ക്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് അതിന്റെ മാംസം എത്തിച്ചു കൊടുത്തിരുന്നു. മനസ്സിലാക്കണം, നമ്മൾ ഒരു ചെറിയ അമലല്ല എന്നർത്ഥം. അപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണ്ടി ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണ്. ഏത് ഉദ്ഹിയ്യത്ത് എന്നുള്ള നിലയ്ക്കല്ല, അല്ലാത്ത നിലയ്ക്കുള്ള അറിവ് ചെയ്യാം. ഇനി സ്വന്തമായി അറുത്തിട്ട് അതിന്റെ കൂലി പ്രതീക്ഷിക്കുക. അള്ളാഹു ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം എന്റെ വാപ്പാക്ക്, എന്റെ ഉമ്മാക്ക്, എന്റെ ഭാര്യയ്ക്ക്, മരണപ്പെട്ടു പോയവർക്ക് ഒക്കെ നീ എത്തിച്ചു കൊടുക്കണേ. ആരൊക്കെ ഉറപ്പായിട്ടും അള്ളാഹു എത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷവും എനിക്ക് വേണ്ടി ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചതാകുന്ന ഒരേ ഒരു അമൽ അത് ഉദ്ഹിയ്യത്താകുമ്പോ അതിന്റെ വലിപ്പം എത്രയാണ്, അതിന്റെ വലിപ്പം എത്രയാണ്, നിസ്സാരമല്ല എന്നർത്ഥം. അത് കണ്ടിട്ടില്ലേ, സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നല്ല കൂറ്റൻ കാളയൊക്കെ അറുത്തു കൊടുക്കും. രാവിലെ നോക്കുമ്പോൾ ഹാജിയാർ വാതിക്കരുന്ന് വീടി വലിക്കുന്നു, നല്ല റാഹത്തോട്, ഒരു കുഴപ്പമില്ല. ഇന്നലെ ICU കിടന്ന ടീമാണ്, ഒരു കുഴപ്പമില്ല. ഹാജിയാർ നല്ല റാഹത്തായിട്ട് എഴുന്നേറ്റ് വന്ന്. കാരണം എന്താ, ഇന്നലെ ഒരു കാളയെ കൊണ്ട് അറുത്തു കൊടുത്തോളൂ, നല്ല കാളക്കൂറ്റൻ. കാളയെ തന്നെ ചിലർ ഇറക്കും. കാരണം എന്താ, കാളയാവുമ്പോ നല്ല ശ്വാസം എന്നാണ് അതിന്റെ വലിവ് പോലെ. ആ വലിവ് പോലെ ഇവിടുത്തെ സക്കറാത്തിന്റെ ഹാല് റാഹത്തോ ഈമാൻ സലാമത്താകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. എത്രയോ ആളുകൾ അസുഖബാധിതരാകുമ്പോ തന്നെ നിയ്യത്ത് ചെയ്യും. ഹോസ്പിറ്റലിൽ പോയി ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന് അറിയുമ്പോ തന്നെ അപ്പോഴേ ഒരു മൃഗത്തെ അങ്ങ് നിയ്യത്താക്കി. ഉദ്ഹിയ്യത്തും അങ്ങനെ നമുക്ക് ചെയ്യാം, നേർച്ച നേരാം. ഇത് എന്റെ ഉദ്ഹിയ്യത്താകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ശാഫി മദ്ഹബ് പ്രകാരം അത് നേർച്ചയാകുമെന്നാണ് മസ്അല. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. ഇത് എന്റെ ഉദ്ഹിയ്യത്താണ് എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് നേർച്ചയാകുമെന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു പോത്തിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ പോത്തിനെ കാണുമ്പോൾ ഇതെന്റെ ഉദ്ഹിയ്യത്താന്ന് പറയാറുണ്ട്. സാധാരണ പറയുന്ന ഒരു വാക്കാണ്. അങ്ങനെ പറയുമ്പോൾ സൂക്ഷിക്കണം, ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയ്യത്താണെന്ന് തന്നെ എടുത്തു പറയണം. എന്ത് പറയാൻ പാടില്ല, ഇതെന്റെ ഉദ്ഹിയ്യത്താണെന്ന് പറഞ്ഞാൽ ആ പറച്ചിലൂടെ തന്നെ അത് നിർബന്ധമായി തീരും, ഒരു വാജിബായി തീരും, നേർച്ചയായി പോകും. പിന്നെ ഒരു തുള്ളി പോലും അതിൽ നിന്ന് കഴിക്കാൻ പറ്റൂല, ഒരല്പം പോലും മാംസം കഴിക്കാൻ പറ്റൂല. അതാണ് നേർച്ചയാക്കിയുള്ള പ്രശ്നം. നമ്മളെങ്ങനെയാ നേർച്ചയാക്കുന്നത്? ഇത് അള്ളാഹുവിനെ നേർച്ചയാക്കുന്നു, ഇത് മുഴുവൻ കഴിക്കാനും നേർച്ചയാക്കുന്നു എന്ന് പറയുന്ന സൈസാണ് നമ്മൾ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇറച്ചി മുഴുവൻ നമുക്ക് തന്നെ കിട്ടണമെന്നുള്ള നിയത്തിലായിരിക്കും. ഇപ്പോഴും എവിടെയെങ്കിലും ഷെയർ ചേരുവാണെങ്കിൽ 7000 കൊടുത്തിട്ട് 7 പൊതി കിട്ടുമോ എന്ന് ചോദിക്കുന്ന കൗമാണ് നമ്മൾ ഇങ്ങോട്ട്. അങ്ങനെയാണ് പിന്നെ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അതാണ് നമ്മുടെ കൗമ. സാമ്പത്തികമായി കഴിവുള്ള ഒരൊറ്റ മുഅ്മിനും മുഅ്മിനത്തും ഇതിൽ നിന്ന് ഒഴിയരുത്. ഉദ്ഹിയ്യത്ത് അത്ര ശ്രേഷ്ഠമായ കർമ്മമാണ്, ഒഴിയരുത്. ഇപ്പൊ ഷെയറിന്റെ പരിപാടി ഉണ്ട്. 7000 ഷെയർ ആർക്ക് വേണം, എടുത്തു കളയണതൊക്കെ. ഷെയറൊന്നും അല്ല, നിനക്ക് സ്വന്തമായി ഇറക്കാൻ കഴിയുമല്ലോ. ഒരു 70,000 രൂപ കൊടുത്തിട്ട് നല്ലൊരു പോത്തിനെ വാങ്ങി മുരി വാങ്ങിയിട്ട് സ്വന്തം വീട്ടിലിട്ട് ഇറക്കാൻ പറ്റുന്ന ഹാജിയാക്കന്മാരുള്ള കാലഘട്ടമാണ്. പിന്നെ ഇതിനെ ഷെയർ കേട്ടിരിക്കുന്നു. ഷെയർ പറഞ്ഞിരിക്കുന്നത് സാദാ സീതാ കൗമിന് വേണ്ടിയിട്ടാണ്. സ്വന്തമായി ഒരു ഉരുവിനെ എടുത്ത് ഇറക്കാൻ കഴിയുന്നവൻ അങ്ങനെ തന്നെ ചെയ്യട്ടെ. അതല്ലേ അതിന് ഏറ്റവും ശ്രേഷ്ഠത. ഇതിൽ കിട്ടുന്ന മറ്റൊരു കൂലി ഞാൻ പറഞ്ഞുതരാം. പാപമോചനൊക്കെ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് നന്മ രേഖപ്പെടുത്തുന്നു. മറ്റൊരു കൂലി ഇതാ പറഞ്ഞുതരാം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വനാഇഉൽ മഅറൂഫി തഖീ മസാരിഅസ് സൂഇ വൽ ആഫാത്ത് വഅഹ്ലുൽ മഅറൂഫി ഫിദ്ദുനിയാ അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, ഏതൊരു മുഅ്മിനത്തുണ്ടോ, എല്ലാ
വിപത്തുകളെ തൊട്ട് തടുക്കാനത് നിദാനമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് നിനക്ക് തടയിടും ഉദ്ഹിയ്യത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് വന്നു ചേരാനിരിക്കുന്നതാകുന്ന ബലാഹുകൾ, ഇടങ്ങേറുകൾ, ഹോസ്പിറ്റൽ കേസുകൾ, ലക്ഷങ്ങൾ പൊടിയുന്ന പല രോഗങ്ങളും ഉണ്ടാകാം. അങ്ങനെയാണല്ലോ. എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയൊരു ചുമയും ബുദ്ധിമുട്ടും, അവസാനം പോയി പരിശോധിക്കുമ്പോൾ പറയുന്നു വാൾവിന് തകരാറുണ്ട് ആചാര്യ, ചെറിയൊരു ഹോളുണ്ട്. പെട്ടെന്നാണിപ്പോ മുമ്പ് കണ്ടുപിടിക്കപ്പെടാത്തതാകുന്ന ഏതെല്ലാം സൈസുകൾ രോഗങ്ങൾ ഇന്ന് സമൂഹത്തിൽ വൈറലാകാൻ. മുമ്പൊന്നും ആർക്കും വിഷയമില്ല, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ഇന്നതൊക്കെ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ പോയി ചെക്കപ്പ് ചെയ്യാണ്. 6 മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ. അങ്ങനെ ചെയ്യാത്തവൻ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന അവസ്ഥ. മാരകമാകുന്ന രോഗങ്ങൾ പേറി ജീവിക്കുന്നതാകുന്ന കുടുംബങ്ങൾ. കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഇല്ലാതാകുന്നില്ല, എല്ലാവർക്കും വലിയ വലിയ രോഗങ്ങൾ അല്ലാഹു നൽകുകയാണ്. ഇതൊന്നും ഇല്ലാതായി എപ്പോഴും സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ വീട്ടിലുള്ളതാകുന്ന കുടുംബനാഥൻ അയാൾ സ്വന്തമായി എങ്ങനെയെങ്കിലും അറത്തിരിക്കണം. ഒരു ഉരുവിനെ വാങ്ങി അറക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വീട്ടിൽ ബാക്കിയുള്ളവരെ കഴിവുണ്ടെങ്കിൽ അവരും ഒക്കെ അതിൽ ഷെയർ ആകണം. അപ്പൊ പൈസ ഈക്വലായിട്ട് കറക്റ്റായിട്ട് ഷെയറായിട്ട് റാഹത്തായിട്ട് വലിയൊരു ഉരുവിനെ വാങ്ങിച്ചു മറത്തോ, ഒരു പോത്തിനെ തന്നെ വാങ്ങിച്ച് റാഹത്തായിട്ട് ഇറക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിലുള്ളതാകുന്ന കുടുംബനാഥൻ ഇറക്കൽ കൊണ്ട് അല്ലെങ്കിൽ ആ വീട്ടുകാരി ഇറക്കൽ കൊണ്ട് ബാക്കിയുള്ളവരുടെ തേട്ടം ത്വലബ് നിൽക്കുന്നുള്ളൂ. അവർക്കൊക്കെ ആ സുന്നത്ത് കിഫായുടെ ഒരു തേട്ടം അത് മതിയാകുന്നതാണ് ഇയാൾ അറുത്തലോടുകൂടി. പക്ഷെ കൂലി ലഭിക്കണമെങ്കിൽ എല്ലാവരും സ്വന്തം ചെയ്യണം. ഇല്ലെങ്കിൽ ഇയാൾ അറുത്തിട്ടിട്ട് അള്ളാഹു ഇതിന്റെ കൂലി അവർക്ക് കൊടുക്കണേന്ന് കൂടി കരുതണം, എങ്കിലേ ഉള്ളൂ കൂലി കിട്ടുള്ളൂ. അല്ല വാപ്പ ഇറക്കുന്നുണ്ടല്ലോ ഉസ്താദേ, അതുകൊണ്ട് നമുക്ക് വാപ്പ ഇറത്തിട്ട് ഇറച്ചി അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇറച്ചി കിട്ടി, അത്രയേ ഉള്ളൂ. നിനക്കിപ്പം നല്ല കാശുണ്ടല്ലോ, ഇപ്പം എല്ലാ കമ്പനി ജോലിയുണ്ട്, ഇപ്പം എല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട്, കയ്യിലേക്ക് 800 രൂപ 1000 രൂപ വെച്ച് ഡെയിലി വരുമാനമുള്ളവരാണ്. അതിൽ നിന്നൊരു ചെറിയൊരു നിക്ഷേപം മാറ്റിവെച്ച വർഷത്തിൽ ചെയ്യേണ്ട അമലാണ് ഈ പറയുന്നത് ഉദ്ഹിയ്യത്ത്. അല്ലാതെ എല്ലാ മാസത്തിലും ചെയ്യാനല്ല. ഒരു കൊല്ലത്തിൽ നിനക്കൊരു ഉരുവിനെ ഇറക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ആർക്കാ സാധിക്കാത്തത്? ഒരു ഷെയറെങ്കിലും ചേരാൻ പറ്റാത്തതാരാ? അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ 7000 രൂപ 8000 രൂപ അല്ലേ, അതിലെ ഷെയർ 5000 8000 രൂപ അത്രയൊക്കെ ഉള്ളു ഷെയർ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ തെക്ക് ഞാൻ നിൽക്കുന്ന മഹലിൽ 12500 രൂപയാണ് ഷെയർ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിതകാലത്ത് ഒന്നും തുറക്കലുണ്ടാവില്ല. എന്നിട്ട് അവിടെ ഇടിയാണ് 100-150 പോത്തിനെയൊക്കെയാണ് ഇറക്കുന്നത് മഹല്ലത്തിൽ. ഇവിടെ എത്ര എണ്ണം ഇറക്കും? നമുക്ക് 1 കിലോ കിട്ടിയില്ലെങ്കിൽ ഒച്ചപ്പാടും പോകണം. അപ്പുറത്തെ വീട്ടിൽ ഉളുഹിയത്തിറത്ത് നമ്മുടെ വീട്ടിൽ ഇറച്ചി തന്നില്ല, ഇനി അവനുമായിട്ട് മിണ്ടണ്ട, സലാം പറയണ്ട. കണ്ടു കഴിഞ്ഞാൽ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കും, മോനെ അവരെ കണ്ട് മൈൻഡ് ചെയ്യണം. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മൾ ഇന്ന് വരെ ഇതിനു വേണ്ടി നിന്നിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല, വലിയ കൂലിയാണിത്. ഈ ഉമ്മത്ത് മനസ്സിലാക്കുന്നില്ല. എല്ലാ വിപത്തുകളെ തൊട്ട് തടയിടാൻ ഹേതുവാണ് ഉദ്ഹിയ്യത്ത്. മനസ്സിലായിക്കോ? ഖുർആൻ അതിന് സാക്ഷിയല്ലേ. മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും ഉദ്ഹിയ്യത്തിലൂടെ. അധികരിച്ച അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ നല്ല വീട്, നല്ല വാഹനം, നല്ല സന്താനങ്ങൾ, മക്കൾ സാലിഹീങ്ങളായി തീരുക, ഖൈറായ ജീവിതം, കൃഷിയിൽ ബറക്കത്തുണ്ടാവുക, എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നിനക്ക് സമ്മാനിക്കണമെങ്കിൽ ആ അനുഗ്രഹങ്ങൾ മുഴുവനും എന്നേക്കുമായി നിലനിൽക്കണമെങ്കിൽ ഉദ്ഹിയ്യത്ത് വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും, അനുഗ്രഹങ്ങൾ നിലനിൽക്കും. അതൊക്കെ വലിയ കിട്ടലാണ്. ഇപ്പൊ മക്കളുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിപത്തുകൾ വരിക, ചില മക്കൾ മരണപ്പെട്ടു പോകുന്നു, അപകടത്തിൽ മരിക്കുന്നു. ഇപ്പൊ എത്രയോ അപകടങ്ങൾ നമ്മൾ കാണുന്നു. വണ്ടി ആക്സിഡന്റുകൾ, ചെറിയ കുട്ടികളാണ് മരണപ്പെട്ടു പോകുന്നു. ചെറിയ രോഗങ്ങളാണ് നമ്മൾ വിചാരിക്കും, പക്ഷെ വലിയ രോഗത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോകുന്നു. പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, മാറാവ്യാധികൾ, സാമ്പത്തികമായ പരാധീനതകൾ, കഷ്ടയാതനകൾ ഒക്കെ ഇല്ലാതാകും. സ്വനാഇഉൽ മഅറൂഫി തഖി മസാരിഉസ് സൂഇ വൽ ആഫാത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാ ബലാ മുസീബത്തുകളെ തടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആനിലെ ഏറ്റവും ചെറിയതാകുന്ന സൂക്തമല്ലേ ആ സൂക്തത്തിന്റെ ഉള്ളടക്കം ഉദ്ഹിയ്യത്താണ്. ഉദ്ഹിയ്യത്താണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയേ നബിയേ തങ്ങൾക്ക് നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. കൗസറിന് പല മഅനകളുണ്ട്. രണ്ടാമത്തെ ഒരു മഅന,
നബിയെ ഹൗദുൽ കൗസർ മാത്രമല്ല അധികരിച്ചതായ അനുഗ്രഹങ്ങളുടെ ദാതാവാണ്, അനുഗ്രഹങ്ങൾ നേടിയെടുത്ത വ്യക്തിയാണ്. നുബുവത്ത് തങ്ങൾക്ക് കിട്ടിയില്ലേ? ഖുർആൻ തങ്ങൾക്കല്ലേ അല്ലാഹു ഇറക്കി തന്നത്? ലോകം മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുന്നതായ മഹ്ശറയിൽ പ്രത്യേകമായ ശുപാർശയോടുകൂടി അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്താനുള്ള ശഫാഅത്തുൽ ഉളമ തങ്ങൾക്കല്ലേ ലഭിച്ചത്? അതുകൊണ്ട് നബിയേ, സർവ അനുഗ്രഹങ്ങളും അല്ലാഹു തങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, അത് നീങ്ങിപ്പോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ഹബീബേ. ഇത് ലോകൈക ഗുരുവിന് മാത്രം ഇറക്കിക്കൊടുത്ത ഖുർആനല്ല, ഈ ഖുർആനിന് കടന്നു വരുന്നതാകുന്ന മാനവരാശികൾക്ക് ദർശനമാ. മനുഷ്യ മാനവ, നിന്നെ വഴികാട്ടിയാണ്, കാറ്റലോഗാണ്. അധികരിച്ച അനുഗ്രഹങ്ങളുള്ള ഉടമല ദേശത്തുള്ള മുസ്ലിമേ, പെരിന്തൽമണ്ണയിലുള്ള സഹോദര സഹോദരി, കുടുംബജീവിതം നയിച്ചുകൊണ്ട് മനോഹരമാകുന്ന കൃഷിയുടെ മുകളിലുള്ളതാകുന്ന മുഅ്മിനേ, സ്വന്തമായി ബിസിനസ് ഉള്ളതാകുന്ന മുഅ്മിനേ, സഹോദര സഹോദരി, ഖൈറായ വീടുള്ളവരല്ലേ, ഖൈറായ ജീവിതമാർഗം അല്ലാഹു അടുപ്പിച്ച് നൽകിയില്ലേ, കാതിന് കേൾവി ശക്തിയുള്ളവരല്ലേ, കൈക്ക് സ്വാധീനമുള്ളവരല്ലേ, കണ്ണിന് കാഴ്ചശക്തിയുള്ളവരല്ലേ, നാവിന് ഫലമുള്ളവരല്ലേ, സംസാര വൈഭവമുള്ളവരല്ലേ, ചലിക്കാനും ഓടാനും ആരോഗ്യം നൽകിയിട്ടുള്ളതായ അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കണേ. ഫസല്ലി ലിറബ്ബിക വൻഹർ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ എപ്പോഴും നിങ്ങൾക്കുണ്ടാവൽ നിർബന്ധമാണ്. ഒന്ന് നിസ്കാരമാണ്, നിസ്കാരമാണ് പോരാ, വൻഹർ അറിവ് നടത്തൽ നിർബന്ധമാണ്, നിർബന്ധമാ. വർഷത്തിൽ ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കണേ എന്നും വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം വേണം, അറിവും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കേവലം പെരുന്നാൾ നിസ്കാരം മാത്രമല്ല. പെരുന്നാൾ നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, സുന്നത്താണ്, ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മറിച്ച് അവർ പെരുന്നാൾ നമസ്കാരം മാത്രമല്ല, മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഫസല്ലി, എല്ലാ നമസ്കാരങ്ങളെയും അത് ബാധിക്കും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അധികരിച്ച അനുഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുള്ള വിശ്വാസിനികൾ നിസ്കാരമില്ലാത്തവരായാൽ ആ അനുഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹു ഇല്ലാതാക്കും, പൊളിച്ചു കളയും. സുബഹി നിസ്കരിക്കുന്നില്ല, നല്ല വീടുണ്ട്, നല്ല വാഹനം, നല്ല സൗകര്യം, മക്കളൊക്കെ ഉണ്ടെങ്കിൽ പടച്ചവന് അടുത്ത ദിവസം പോലെ പണി കൊടുക്കാൻ തുടങ്ങും. അല്ലാഹു മുളക്കാക്കട്ടെ. സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, നല്ല ഉറക്കാണ്. നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കണോ? റബ്ബിന് ശുക്റുള്ളവനാകൻ, നന്ദി പ്രകാശിപ്പിക്കൻ. ആ ശുക്രന്റെ ഏറ്റവും വലിയതാകുന്ന പരമതിയിലെത്തുന്നതാണ് സുജൂദ്. അഖ്റബുമായ യകൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ. സുജൂദിലായിരിക്കുമ്പോഴാണ് ഒരു അടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുക. കാന അമ്മത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് ഏറ്റവും കൂടുതൽ അധികമായി പറഞ്ഞിരുന്നത് വഫാത്തിന്റെ വേളയിൽ പോലും നിസ്കാരം ശ്രദ്ധിക്കണേ സ്വഹാബ, നിസ്കാരത്തെ ഗൗനിക്കണേ സ്വഹാബ. അത് കറക്റ്റാക്കി അല്ലാഹു ബറക്കത്ത് ചെയ്യും. ഒരനുഗ്രഹം നീങ്ങിപ്പോവില്ല. ഞാനിപ്പോൾ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിലിരിക്കുമ്പോൾ ഒരു സഹോദരി വിളിച്ചിട്ട് ചോദിച്ചു, +2 റിസൾട്ട് വരാണ്, 21-ാം തീയതി കൊണ്ട് വരികയാണ്, മോൾക്ക് ഭയങ്കര പേടി, എന്ത് ചെയ്യണോ? നമ്മുടെ നിസ്കരിക്കാൻ പറയാം, 5 വക്ത് നിസ്കരിച്ചാൽ മതി, പേടിയൊക്കെ മാറും. ഇനിയിപ്പോൾ എന്തായാലും പരീക്ഷയ്ക്ക് വിജയിക്കാമെന്ന് പടച്ചവനോട് ദ്വാരക്കാന്നുള്ളതല്ലാതെ റിസൾട്ട് വരാൻ നമ്മയായി, ഏകദേശം പബ്ലിഷിന്റെ സമയമായി. ഇന്നിപ്പോൾ പ്രത്യേക അവറാദ് എടുത്തിട്ട് കാര്യമില്ല, 5 വക്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്ക. നിസ്കാരം മെയിനാണ്. നിസ്കാരം ഇല്ലാതെ ബാക്കി എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു ഫലവും ഇല്ല. മെയിൻ അതാണ്, നിസ്കാരം മസ്റ്റാണ്. നീ ഉമ്മത്തിൽ പല ആളുകളും മറന്നു പോകുന്നു നിസ്കാരം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റമളാൻ മാസത്തിൽ പരീക്ഷ വന്നപ്പോ, SSLCയുടെ പരീക്ഷ വന്നപ്പോ നോമ്പ് നോൽക്കാതെ തന്നെ പോയി പരീക്ഷ എഴുതിയതാകുന്ന മക്കളുള്ള കാലഘട്ടമാണ്. നോമ്പ് നോൽക്കണ്ട എന്ന് രക്ഷിതാക്കൾ പറയാ, മോനെ നോമ്പ് നോക്കണ്ട, എന്നിട്ടിപ്പോ റിസൾട്ട് വരുമ്പോ കിടന്ന് പേടിക്കുക, അപ്രാളം. ഇതിനെ വലിയ ദീനന്നെ, ദീൻ മുറുകെ പിടിക്കണ്ടേ. റമളാനിലെ നോമ്പ് ഒഴിവാക്കിക്കോ മോന്, എന്റെ മോന് തങ്കക്കൂടം, നീ റാഹത്തായിട്ട് പോയി പരീക്ഷ എഴുതും, നിനക്ക് നല്ല റാഹത്തായിട്ട് നല്ലപോലെ വെള്ളം കുടിച്ചോണ്ട് പോയിക്കോളാം. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് വെള്ളം കുടിക്കുക, റിസൾട്ട് വരാൻ സമയം. അങ്ങനെ റമളാനിലെ നോമ്പ് ഹറാമാക്കി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ പരിപൂർണമായ സംരക്ഷണം നസീബാക്കണേ അല്ലാ. ലഇൻ ശകറതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി പ്രകാശിപ്പിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നാം അധികരിപ്പിക്കുമേ. വലൈൻ കഫറതും ഇന്നഅദാബി ലശദീദ്, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ട് എന്നോട് അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കാതെ നന്ദികേട് കാണിച്ചുകൊണ്ട് നടന്നാൽ, നിസ്കാരമില്ലാത്തവരായി ജീവിച്ചാൽ, റമദാനിലെ നോമ്പുകളെ നോറ്റുവീട്ടാതെ സക്കാത്തുകൾ കൊടുത്തു വീട്ടാതെ പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിരാലംബര കവലംബമാകാതെ നിരാശരക്ക് ആശ്രയത്വം കൊടുക്കാതെ ദീനിനെ സഹായിക്കാതെ ദീനിന്റെ അഹരകാരെ ചീത്ത വിളിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് ശകാരിച്ചുകൊണ്ട് നടക്കുന്നവരെ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിന കഠോരമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ശ്രദ്ധിക്കേണ്ട വിഷയമാണത്, സാര വിഷയമല്ല. അതുകൊണ്ട് നന്ദിയുള്ള അടിമയായി മാറിക്കോ. രാത്രി നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടി വീർത്തതാകുന്ന മുത്തുനബിയോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്തിനാ നബിയെ ഇങ്ങനെ വിഷമിക്കുന്നത്? തങ്ങളുടെ മുൻ പിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നതല്ലേ? നബി കൊടുത്ത മറുപടി, യാ ആയിഷതു അഫല അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടേ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായി പറയുന്നത്? 8 മുഴം നീളം 10 മുഴം വീതി ുള്ളതാകുന്ന ചെറിയ ഒരു റൂമിനകത്ത് വസിച്ചിരുന്നു 10-30 കൊല്ലം ജീവിച്ച പ്രവാചകർ പറയാണ്, ഞാൻ നന്ദിയുള്ള അടിമയായി മാറണ്ടേന്ന്. 2000-ന്റെയും 1500-ന്റെയും 3000-ന്റെ ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൽ ശീതള ചായയിൽ മനോഹരമായതിൽ എയർ കണ്ടീഷൻ വെച്ച് സുഖിച്ച് രസിച്ച് ആഴ്ചയിലെ 3 ദിവസം 4 ദിവസം വേണ്ട എല്ലാ ദിവസങ്ങളും അടക്കം മാംസാഹാരമടക്കം മീനടക്കം ഭുജിച്ച് അള്ളാഹുവിനെ മറന്നു കഴിയുന്നതാകുന്ന ഈ ഉമ്മത്ത് എങ്ങനെ രക്ഷപ്പെടുന്ന ആൾ ആഖിറത്തിൽ? ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ദിവസം മുടക്കിയിട്ടില്ല തഹജ്ജുദ്, എല്ലാ ദിവസവും നിസ്കരിക്കാൻ. നമുക്കൊക്കെ സുന്നത്താണെങ്കിൽ നബി തങ്ങൾക്ക് ജീവിതത്തിൽ അത് വാജിബായിരുന്നു. 3 കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിച്ചുകൂടാൻ പറ്റാത്തത് പറഞ്ഞത്. അതിലൊന്നാണ് തഹജ്ജുദ്. അത് ഞാൻ വിത്ർ കൃത്യമായി ഔറാദിൽ കൊണ്ടുവരും, എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധ തിരുത്തിയിരുന്നു. രണ്ടാമത്തത് ഉൽഹിയ്യത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കത് വാജിബാണ്, ഞാനത് മുടക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി ചെയ്തിരുന്ന വിഷയമാണ് ഉൽഹിയ്യത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ നിസ്കാരം വേണം, വൻഹർ അറവ് വേണം. ഇപ്പൊ നിസ്കാരത്തിന് അധികം പറയുന്നില്ല, കാരണം ആയത്തുകൾ ധാരാളമുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് നല്ല ഫുഡ് കിട്ടണമെങ്കിൽ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. ഖുർആൻ സൂറത്തു ത്വാഹ അല്ലാഹു പറയുന്നുണ്ട്, നീ നിസ്കരിക്കണം, നിന്റെ ഭാര്യയോട് അഹ്ലി ഇയാലെന്ന് പറഞ്ഞ ആരാ? ഭാര്യ മക്കളാണ്, അവരോട് കൊണ്ട് നിസ്കരിപ്പിക്കണം. എങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് റിസ്ഖ് നാം നൽകും. അല്ലാഹു പറയാണ്, കറക്റ്റായിട്ട് നിസ്കാരം നിലനിർത്തുന്ന ഒരു വീട്ടിൽ പട്ടിണി ഉണ്ടാവൂല. നല്ലപോലെ നിസ്കരിക്കണം, അതിന്റെ സുന്നത്തുകളൊക്കെ എടുത്ത് കറക്റ്റ് ആക്കണം. സ്ത്രീകളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിനി എത്ര തിരക്കാണെങ്കിലും, ഏത് കല്യാണം ഉണ്ടെങ്കിലും, ഞായറാഴ്ച ദിവസമാണ് കല്യാണം ഉണ്ടെങ്കിൽ പോലും നിസ്കാരം ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത്. നിസ്കാരം അത്രമേൽ ശ്രദ്ധ ചെലുത്തിയാൽ നമ്മൾ വിജയിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ഐഡന്റിറ്റി തന്നെ നിസ്കാരമാണ്. അതുകൊണ്ട് അത് ഒഴിച്ചിട്ടൊരു പരിപാടി പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ ഫാത്തിമ ഖൂമി ഉൽഹിയതകി. ആണുങ്ങൾക്ക് മാത്രമല്ല ഉൽഹിയ്യത്ത് സുന്നത്തുള്ളത്, സ്ത്രീകൾക്കും ശ്രേഷ്ഠമായ അമലാണ്. നിങ്ങൾ അറവ് നടത്താനല്ല പറയുന്നത്, അത് വക്കാലത്ത് ഏൽപ്പിക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷേ അറവ് നടത്തുന്നതിന്റെ പരിസരത്ത് നിങ്ങൾ സന്നിഹിതരാവണേ. അന്യരാകുന്ന പരപുരുഷന്മാരുണ്ടെങ്കിൽ ഒരു മറപാലിച്ചിട്ടെങ്കിലും ആ സ്ഥലത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് കടന്നു വരണേ. ഖൂമി ഉൽഹിയതകി ഫശ്ഹദി ബിഹാ. ഉൽഹിയ്യത്തിന്റെ മൃഗത്തിന്റെ പരിസരത്ത് നീ സന്നിഹിതയാവണേ. അതിന്റെ അറിവിന്റെ സമയത്ത് എന്തേ കാരണം? ഫഇന്നലകി ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ. അതിൻ്റെതാകുന്ന രക്തത്തുള്ളി ഭൂമിയിലേക്ക് വന്നുകൊണ്ട് പതിക്കുന്നതാകുന്ന സമയത്ത് അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമതേ
ഗഫറല്ലാഹു ദുനൂബകി, അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു നൽകും. കുല്ലു ദംബിൻ അമിൽതീഹി, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരാൻ നിദാനമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതിൻ്റെ അടുത്ത് മറവാരിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ ജമാഅത്തും മഹല്ലിലും അല്ലെങ്കിൽ കൂട്ടമായിട്ട് ബന്ധുക്കളൊക്കെ അറിവ് നടത്തുന്നിടത്ത് ഷെയർ കൊടുത്തിട്ട് മുങ്ങാണ്. ഇപ്പൊ മിക്കാള് 7,000 രൂപ ഷെയർ കൊടുത്തിട്ട് പിന്നെ ഒരു 5 പൊതി നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേക്കണം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു മുങ്ങ. ആ പരിപാടി പറ്റൂല. അങ്ങനെ സമയത്തുണ്ടാവാത്ത ആളുകൾ കൃത്യമായി അവരെ മറ്റുള്ളവരെ ഏൽപ്പിക്കണം. ഉണ്ടാവാതിരിക്കൽ പാടില്ല. അത്രത്തോളം വലിയ വിഷയമുണ്ടെങ്കിൽ, കാരണമുണ്ടെങ്കിൽ അല്ലാതെ വെറുതെ മുങ്ങാൻ പാടില്ല. മുങ്ങിയാൽ അതിന് കൂലിയില്ല. കാരണം പെരുന്നാളിന്റെ സുദിനത്തിന് ഏറ്റവും വലിയ അമൽ ഇതാണ്. വേറെ കഥ പറഞ്ഞിരിക്കലോ എവിടെയെങ്കിലും പോയിട്ട് നെയ്ച്ചോറ് ഇറച്ചി ബീഫ് അടിക്കലോ ഒന്നുമല്ല. ഏറ്റവും വലിയ അമൽ ഉദ്ഹിയ്യത്ത് അറക്കലാണ്, അതിന്റെ പുറകെ നിൽക്കലാണ്. ചില ആളുകൾക്ക് ഇത് മടിയ, അത് രക്തക്കറ വീഴും, അത് വീഴും, അതിന്റെ പുറകെ നിൽക്കണം, വിയർക്കും, കുളിക്കും. എടാ, ഏറ്റവും വലിയ അമൽ അതാണ്. പെരുന്നാളിന്റെ ദിവസത്തിൽ നിബിധങ്ങൾ നിസ്കരിച്ച് ഖുത്ബ ഓതി കൊണ്ട് കഴിഞ്ഞ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നിട്ട് വേഗം ഒരു ആടിനെ അറവ് നടത്താൻ. ഹദീസാണ് ഇതൊക്കെ. ആദ്യം ചെയ്ത പരിപാടി അതാ. എന്നിട്ട് എന്ത് ചെയ്യും? ആ മൃഗത്തെ അറുത്തിട്ട് അതിന്റെ കറി കൊണ്ടുവന്ന്, അതിന്റെ കരൽ കൊണ്ടുവന്ന് കറി വെച്ചിട്ട് അതിൽ നിന്ന് കഴിക്കുക. പെരുന്നാൾ നമസ്കാരം അങ്ങനെയാണല്ലോ. ബലി പെരുന്നാൾ നമസ്കാരത്തിന് ഉൽഹിയ്യത്ത് നടത്തിയിട്ട് അതിൽ നിന്ന് ഭക്ഷിക്കലാണ് സുന്നത്ത്. നമസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കലാണ് സുന്നത്ത്. അതേസമയത്ത് ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൽ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു അല്പം കഴിച്ചിട്ട് പോയിട്ടാണ് സുന്നത്ത്. ഒരു 3 ഈത്തപ്പഴം എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മളെ ഇറച്ചി തന്നെ കഴിക്കാൻ നിൽക്കുകയാണ്. 10 ഇറച്ചിയും കഴിച്ചിട്ട് പോകാനാ പറഞ്ഞതെന്ന് കരുതി അത് വെച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെയല്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കാന്നുള്ളതാണ്. അന്നത്തെ ദിവസം നോമ്പില്ലാത്തതുകൊണ്ട് അതിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണ്. അറവ് നടത്തിയാൽ സുന്നത്തായ ഉദ്ഹിയ്യത്തിൽ നിന്ന് 1/3 നമുക്കെടുക്കൽ അനുവദനീയമാണ്. അനുവദനീയം, സുന്നത്തതല്ല. സുന്നത്ത് ഒരൽപ്പം കരളിന്റെ ഭാഗം എടുക്കലാണ് സുന്നത്ത്. ബാക്കിയൊക്കെ സാധുക്കൾക്ക് കൊടുക്കലാണ്. സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ അതിൽ നിന്നും ഫഖീറുകൾക്ക്, നാട്ടിലുള്ളതാകുന്ന എവിടെയാണോ അറവ് നടത്തിയത് ആ മഹല്ലത്തിലുള്ളതാകുന്ന ഫഖീറുകൾക്ക് അല്പമെങ്കിലും നൽകൽ നിർബന്ധമാണ്. എന്നിട്ടേ ബാക്കി മറ്റുള്ള നാട്ടിലേക്ക് കൊടുക്കാവുള്ളൂ. അപ്പൊ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉള്ളത് ദൂരെ നാട്ടിലാണ്. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ അപ്പുറം, 100 കിലോമീറ്റർ അപ്പുറമൊക്കെയാണ്. മൊത്തം ഇറച്ചി കൂടെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല. ഈ അറുത്തിട്ട മൃഗത്തിൻ്റെതാകുന്ന ഒരല്പം മാംസമെങ്കിലും നാട്ടിലുള്ള ഫക്കീർ മിസ്കീനുകൾക്ക്, ദരിദ്രർക്ക് നൽകിയിട്ടേ ബാക്കിയുള്ളത് വേണേ കൊണ്ടുപോകാം സുന്നത്തിൽ നിന്ന്. അതേസമയത്ത് നിർബന്ധമായതിൽ നിന്നോ നഖല് പാടില്ല, അവിടെ തന്നെ കൊടുക്കുകയും വേണം. അത് തന്നെ മുഴുവൻ സാധുക്കൾക്ക് കൊടുക്കണം. നിർബന്ധമായ ദിനീത്ത് നേരത്തെ പറഞ്ഞ് നേർച്ചയാക്കിയത്, അതിൽ നിന്ന് ഒരല്പം പോലും കൊണ്ടുപോകാൻ പറ്റൂല. അത് ഫക്കീർ മിസ്കിനുകൾക്ക് തന്നെ കൊടുക്കണം. ധനികർക്ക് കൊടുക്കാൻ പറ്റില്ല. മുസ്ലിമീങ്ങളിൽപ്പെട്ട തന്നെ ധനികരായ ആളുകൾക്കും നൽകാൻ പാടില്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട്, സുന്നത്തായ ഉദ്ഹിയ്യത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളുടെ അയൽവക്കത്ത് കുറെ മുസ്ലിമീങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്. പറ്റൂല എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട്? ഇത് ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട് അറുത്ത മാംസമാണ്. ഉദ്ഹിയ്യത്തും അഖീഖത്തും അത്തരത്തിലുള്ള അറക്കപ്പെട്ടതാകുന്ന മാംസങ്ങളൊക്കെ ആരാധനയുമായി ബന്ധപ്പെട്ട മാംസമാണ്. അത് മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കാൻ നീ എന്തിനാണ് മെനക്കെടുന്നത്? അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസാണ്. അതവരെ പ്രയാസപ്പെടുത്തുകയാണ്. നിന്റെ അയൽവക്കത്തുള്ളതാകുന്ന ആളുകൾക്ക് നീ മറ്റു മാംസം കണ്ടെത്തി, ഉദ്ഹിയ്യത്തിൻ്റെതല്ലാത്തത് കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കണം. അതാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്കുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഫ്രിഡ്ജിൽ ഇഷ്ടംപോലെ ഇറച്ചി വരും. ഒരു 10-15 കിലോ വരുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ, മാമാടെ അവിടുന്ന്, കൊച്ചുമാടെ അവിടുന്ന് ഒക്കെ വരുന്നുണ്ട്. സാധനം ഇഷ്ടംപോലെ സ്റ്റോക്കാണ്. ഇതെല്ലാം കൂടി ഇട്ട് അപ്പച്ചമ്പി ഉപയോഗിച്ചിട്ട് ഇത് തീരുന്നുമില്ല. എന്നാ പിന്നെ കുറച്ച് കറി വെച്ചിട്ട് അപ്പുറത്ത് കൊടുക്കാം, ഭയങ്കര സൽക്കാരം കാണിക്കാൻ. അങ്ങനെ ഉടായിപ്പ് മസലയായിട്ട് നീ കണ്ട. അവർക്ക് വേണ്ടി വേറെ കുറച്ച് മാംസം, നല്ല ആട്ടിറച്ചി തന്നെ ഉദ്ഹിയ്യത്തിൻ്റെതല്ലാത്തത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ. പെരുന്നാളാവുമ്പോൾ അറവ് വരും. അപ്പൊ അത് വാങ്ങിച്ചിട്ട് നേരത്തെ വെച്ച് കറി വെച്ചിട്ടോ പച്ചയായിട്ടോ നിന്റെ അയൽവക്കത്തുള്ളതാകുന്ന സാധുക്കളായ അന്യ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് അത് നൽകൽ വേണം. പ്രത്യേകിച്ച് ബഹുസ്വര രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ആ മാംസത്തെ നിന്ദിക്കാത്തവരാണെങ്കിൽ അത് കൊടുക്കുക, കഴിക്കുന്നവർക്ക് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. ഇത് ആരാധനയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിൽ നിന്ന് നൽകൽ നിഷിദ്ധമാണ്. കറി വെച്ചും കൊടുക്കാൻ പാടില്ല, പച്ചയായിട്ട് കൊടുക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ നീട്ടുന്നില്ല. മഴ പിന്നെയും വരുന്നല്ലോണ്ട് ദുആയിലേക്ക് കിടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകീയ മോചനം കിട്ടാൻ കാരണമാണ് പവിത്രമായ ഉദ്ഹിയ്യത്ത്.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ലഹാ ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു മുഹ്തസിബൻ ലിഉദ്ഹിയതിഹി കാനത് ലഹു ഹിജാബൻ മിനൻ നാർ. ആരെങ്കിലും ഉദ്ഹിയ്യത്ത് അറുത്തു നല്ല മനസാന്നിധ്യത്തോടുകൂടി പരിപൂർണമായ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഉദ്ഹിയ്യത്ത് അറുത്താൽ കാനത് ലഹു ഹിജാബൻ മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചനപത്രം അതിലൂടെ ലഭിക്കുമേ. നരകത്തിൽ നിന്ന് മോചനപത്രം ലഭിക്കാൻ അത് നിദാനമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നരകത്തെ തൊട്ട് മറിയിടാൻ അത് കാരണമാവും. ഏത് ഉദ്ഹിയ്യത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പാപമോചനം ഉറപ്പായി, നരകീയ മോചനം ഉറപ്പായി, എല്ലാ നന്മകൾക്കും അത് പരിപൂർണമായി വളക്കൂറാകുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. അവരുടെ ജീവിത ശൈലിയോടുകൂടി എല്ലാവരും ചോദിക്കുക സാധാരണ നബി ചെയ്തോ നബി ചെയ്തോ. നബി ചെയ്ത അമലാണിത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, നബി തങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ പോലും ഇതിനോട്ട് പുറകോട്ടാണ്. നബി ചെയ്തിട്ടുള്ള അമലാണ്. എന്തുകൊണ്ട് നമ്മുടെ ഉമ്മത്ത് അത് ഏറ്റെടുക്കുന്നില്ല? അതുകൊണ്ട് സ്വന്തമായി കഴിയുന്നവർ സഹോദരിമാരടക്കം ശ്രദ്ധിച്ചോ. ഇനി ഈ വർഷം കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഇൻഷാ അല്ലാഹ് കരുതണം. അതിനുവേണ്ടി ഒന്ന് ഒരുക്കുമുതൽ കൊണ്ടുവരണം. ഒരല്പം സമ്പത്ത് അതിനുവേണ്ടി നീക്കി വെക്കണം. സ്വന്തമായി ഒരുവിനെ ഇറക്കാൻ പറ്റുന്നവർ 7,000 8,000 ഒന്നും വലിയ തുകയേ അല്ല. ഇതൊന്നും വലിയ തുകയല്ല. സുഗമമായിട്ട് ഷെയർ ചേരാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ളതാകുന്ന ഭാഗവാക്കാകുന്ന സദസ്സുകളിൽ, ജമാഅത്തുകളിൽ, വിഷയങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മഹല്ലുകളിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പ്രത്യേകം ഗൗനിക്കുക. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അവിടെ മസല പ്രകാരം തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. കാരണം ആലിമീങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഗൗരവത്തിൽ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിൽ കൃത്യമായി ഭാഗവാക്കാകുകയും ചെയ്യുക. അതിലൂടെ സ്വർഗം കരഗതമാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ.